നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. ആദ്യം സുപ്രധാനമായ 12 തലക്കെട്ടുകളിലേക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വടക്കാഞ്ചേരി അകമല ചേപ്പലക്കോട് വീണ്ടും കാട്ടാന വിഹാരം. ആൾതാമസമില്ലാത്ത വീട് തകർത്തതായി സംശയം. വീട്ടുപറമ്പിലെ തെങ്ങുകളും വാഴകളും കുത്തിമറിച്ചിട്ടു. പ്ലാവുകളിലെ ചക്ക ഭക്ഷണമാക്കി. നഗരസഭാ കൗൺസിലർ KT ജോയിയുടെ സഹോദരിയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട് തകർത്തത് കനത്ത മഴയിലെന്ന് ഉദ്യോഗസ്ഥർ. ആന തകർത്ത ലക്ഷണമില്ലെന്ന് വിശദീകരണം. വീട്ടുമുറ്റത്ത് നിറയെ ആനയുടെ കാൽപാദങ്ങൾ. കേരള പോലീസിലേക്ക് കൂടുതൽ വനിതകളെ എത്തിക്കുന്നതിനും അവസരങ്ങൾ നൽകുന്നതിനും സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ പ്രഥമ അജണ്ട സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം തടയുന്നതിന് കേരള പോലീസിന്റെ മികവിലേക്ക് 144 വനിതാ കോൺസ്റ്റബിൾമാർ കൂടി. വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ച് മുഖ്യമന്ത്രി. MR ശ്രുതി മികച്ച ഇൻഡോർ കേഡറ്റ്, ജെ ദൃശ്യ ഷൂട്ടർ. സേനാംഗങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരികളായ 40 പേർ. ചാലക്കുടിയിൽ ഹാർഡ്വെയർ ഷോപ്പിൽ വൻ അഗ്നിബാധ. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. UV മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ 5 കോടി രൂപയുടെ നാശനഷ്ടം. അഗ്നിബാധ നടന്ന ഷോപ്പിന് സമീപമുള്ള ഗ്യാസ് ഗോഡൌണിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീയണച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5 യൂണിറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വാഹനങ്ങളെത്തി. തീപിടുത്ത കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് നിഗമനം. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മുഖ്യമന്ത്രി. ജൽ ജീവൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 55% ഗ്രാമീണ വീടുകളിലും കുടിവെള്ളം എത്തിച്ചതായും അവകാശവാദം. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് ആവശ്യം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യം അതിന്റെ സുപ്രധാന നാഴികക്കല്ലിലേക്ക് ഒരു ചുവടുവയ്പ് കൂടി. സ്വതന്ത്ര ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ 8ാമത് സെൻസസിന് ഒരുങ്ങുന്നു. ഇത്തവണ ജാതി സെൻസസും നടക്കും. 93 വർഷത്തിനു ശേഷമാണ് ജാതി സെൻസസ്. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ സെൻസസ് അടുത്ത വർഷം ഒക്ടോബർ മുതൽ. 34 ലക്ഷം എന്യൂമറേറ്റർമാരെയും സൂപ്പർവൈസർമാരെയും നിയോഗിക്കും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് 4ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വാർഡ് വികസന സമിതിയുടെ ആദരം. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. കേരള സംസ്ഥാന കാർപ്പന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കാദമിക് പ്രതിഭകൾക്ക് ആദരം. ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ ആശാരി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ മറന്നും തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും തൊഴിലാളി വിരുദ്ധ ഭരണം നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ INTUC ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല. മിനിമം കൂലി ഉറപ്പുവരുത്താതെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ തൊഴിലാളി വിരുദ്ധർ. INTUC തൃശൂർ ജില്ലാ നേതൃസമ്മേളനം
റീജിയണൽ തിയേറ്ററിൽ നടന്നു. സംഘടനാ കരുത്തായി സമ്മേളനം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം കൂടി. ഇതിൽ 7 മരണവും കേരളത്തിൽ. മരണത്തിന് കീഴടങ്ങിയത് 5 പുരുഷന്മാരും 2 സ്ത്രീകളും. ആശ്വാസ വാർത്തയായി കോവിഡ് നിരക്കുകളിൽ കുറവ്. രാജ്യമാകമാനം 119 കേസുകൾ കുറഞ്ഞു. സംസ്ഥാനത്തെ 87 പേർ രോഗമുക്തരായി. ആകെ രോഗബാധിതരുടെ എണ്ണം 1920. ഡയാലിസിസ് രോഗികൾക്ക് വടക്കാഞ്ചേരി ആക്സിന്റെ സൗജന്യ ആംബുലൻസ് സേവനം. പദ്ധതിക്ക് തുടക്കം ജൂലൈ മുതൽ. നിർധന രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങി. രോഗിയെ വീട്ടിൽ നിന്നും ഡയാലിസിസ് സെന്ററിൽ എത്തിച്ച് വീട്ടിൽ തിരിച്ചെത്തിക്കും. 10 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യ സേവനം. പ്രതിമാസം ചിലവ് 60,000 രൂപ. പ്രതിദിനം 10 രൂപ സംഭാവനയായി നൽകാൻ ജനങ്ങൾക്കും അവസരം. ആദ്യ സംഭാവന കൈമാറി മാരാത്തുകുന്ന് സ്വദേശിനിയും റെയിൽവേ മുൻ ജീവനക്കാരിയുമായ കാളി. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് തുക ആക്സ് പ്രസിഡന്റ് വി ഫ്രാൻസിസിന് കൈമാറി. കൈപ്പറമ്പ് പഞ്ചായത്തിൽ 47.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം മേപ്പിൾ വുഡ് ഫ്ലോറിംഗ്. 1 കോടി രൂപ ചെലവഴിച്ച് നടക്കുന്ന പഞ്ചായത്ത് ഗ്രൗണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം 20-ന്. ഉച്ചതിരിഞ്ഞ് 3-ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതിക്ക് രൂപം നൽകി. പരിപാടി നാടിന്റെ ഉത്സവമാക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് ടെലികോം സേവന ദാതാക്കളായ ജിയോയുടെ നെറ്റ്വർക്ക് പ്രവർത്തനരഹിതമായതായി പരാതി. ജിയോ മൊബൈൽ ഫൈബർ സേവനങ്ങളിൽ തടസ്സം. നിരവധി ഉപഭോക്താക്കൾ പരാതിയുമായി രംഗത്ത്. ജിയോ നെറ്റ്വർക്ക് ഡൗൺ ആയതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലും പോസ്റ്റുകൾ. ഡൗൺ ഡിറ്റക്ടറിൽ പരാതി പ്രളയം. കാരണം വ്യക്തമല്ല. പ്രതികരിക്കാതെ കമ്പനി. സ്വകാര്യ ബസ്സിൽ നിന്ന് നിരത്തിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഓട്ടിസം ബാധിതനായ വിദ്യാർത്ഥി മരണമടഞ്ഞു. ചേലക്കര എളനാട് സ്വദേശി 27 വയസ്സുള്ള അനൂജാണ് മരണത്തിന് കീഴടങ്ങിയത്. മുള്ളൂർക്കര കാർമൽ മൗണ്ട് സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണം തിങ്കളാഴ്ച കാലത്ത്.